ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഫാസിലറിയാസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ അവിടുന്ന് വെളിയങ്കോട് വന്നിട്ട് ഇതാണ് കേട്ടോ വെളിയങ്കോട് പള്ളി ഫ്രണ്ട് ഭാഗമാണ്. നല്ല അപ്പുറത്തെ മതിലൊക്കെ കണ്ടോ, നല്ല പുതുതായിട്ട് കെട്ടി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് വെളിയങ്കോട് എന്ന്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പുതിയതായി കെട്ടിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ വണ്ടി ഒരു ഓരത്ത് നിർത്തിയിട്ട് റിയാസ്കിയും കുട്ടികളും ഉമ്മയും ഞാനൊക്കെ പാടെ, പിന്നെ ഫ്രണ്ടിലൊരു കച്ചവടം മാത്രം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പോകുക കേട്ടോ. യാറത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് സിയാർത്ത് ചെയ്യാൻ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നമ്മുടെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നടുക്കം മാത്രം കുറച്ച് വഴി കേട്ടോ. ഞങ്ങൾക്ക് പ്രസ്ഥാനമാണ് നിറയെ. ബാക്കിലും ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ബാക്കിലൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അത് നമ്മൾ വന്ന വഴിയാണ്, അറ്റത്താണ് കേട്ടോ. അവിടെ ഉമ്മർഗാലി എന്ന് പറയും. അപ്പോൾ ചിലരൊക്കെ ഈ സ്ഥലം അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അറിയാത്ത ആൾക്കാർക്കൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടു. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഉമ്മർഗാലി ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് സ്ത്രീകൾ, നമുക്ക് ഉള്ളിലേക്ക് പറ്റൂല, നമുക്ക് ഇപ്പുറത്ത് നിന്നിട്ട് നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ കിടക്കണാണ് മഹാൻ. അപ്പം നമ്മളങ്ങനെ അവിടെ നിന്നും സിയാറത്തൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ബാക്കിൽ കേട്ടോ പോയത്. ബാക്കിൽ പിന്നെ ഫാത്തിമാനായിട്ട് ഇമ്മ മുമ്പിൽ നടന്നിട്ടുണ്ട് കേട്ടോ അമ്മ. പിന്നെ നമ്മൾ ബാക്കിൽ കേട്ടോ പോകുന്നു. പിന്നെ അവിടെ ഓരോ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടതും പുരുഷന്മാർക്ക് വേണ്ടതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയ കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. പിന്നെ നമ്മൾ ആ കുളത്തിൽ ഞാനും റിയാസ്കൊക്കെ ഇറങ്ങി ഒന്ന് കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകി എന്നിട്ടാട്ടോ നമ്മൾ അപ്പുറത്തേക്ക് പോയത്. പിന്നെ അവിടെയും പോയി. പിന്നെ റിയാസ്കിയും പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നു കേട്ടോ. അപ്പം ഞാൻ ആ കുളത്തിൽ കയറി ഒന്ന് ഒതുകൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കുളം. ഞാൻ കുറേ ആയിട്ടാണ് വന്നിട്ട്. അന്ന് അത്ര മതിലൊന്നും ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ മതിലൊക്കെ നല്ല കെട്ടി സ്റ്റെപ്പൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഒരു ഭംഗിയൊക്കെ ഉണ്ട് സ്ഥലം കാണാൻ. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു സൈഡാക്കി കേട്ടോ. അപ്പോൾ ചോറൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് മിക്സൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വേഗം കേട് വരണ്ടാന്ന് വെച്ചിട്ട് നേരത്തെ വെച്ചതല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് വെളിയങ്കോട് കള്ളിൻ്റെ അടുത്ത് എത്തിയിട്ടാ. അപ്പോൾ 4 മണിയായിരിക്കണം ചോറ് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇതാ എല്ലാവരും, അപ്പം ഞങ്ങളെല്ലാവരും ചോറ് വയ്ക്കട്ടെ അവിടെ നിർത്തിയിട്ട്. അപ്പം ഇനി ചോറ് വെച്ചിട്ട് കാണാം. ചോറ് പിന്നെ നമുക്ക് ആ പള്ളിയിൽ നിന്ന് ഇത്തിരി ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേരി ചോറ് ഞങ്ങൾ എന്തില്ല അവിടെ നിന്ന് ചോറൊക്കെ വെച്ചിട്ടാ. ചോറ് കഴിക്കുന്ന സമയം 4:25 ഉച്ചക്കലത്തെ ചോറ് 4. അതിൻ്റെ ഇടയിൽ നമ്മൾ ഐസ്ക്രീം കഴിച്ചാറിന് വിശപ്പില്ല അല്ലേ. ആര് അവള് അത്താൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് റജിക്കുട്ടി പാമ്പേഴ്സൊക്കെ മാറ്റണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് രണ്ടാൾക്കും ഡ്രസ്സൊക്കെ മാറ്റി ചോറേക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോണത് ഇനി മുൻപത്താണ് കേട്ടോ, മുൻപത്ത് വീഴി എന്ന് പറയും. അപ്പോൾ അവിടെ കേട്ടോ നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ അതാ നമ്മൾ റോഡൊന്നും അത്ര ശരിയില്ല കേട്ടോ ഇവിടുത്തെ. പിന്നെ അതാ നമ്മൾ മുൻപത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ കടലൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും നിർത്തണം. അപ്പോൾ നമ്മൾ പോണ ഇപ്പുറത്ത് കായൽ പോലെയും കാണുന്നുണ്ട് കേട്ടോ, തോണി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നിറയെ തെങ്ങുകളുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ വീടുകളും അത്യാവശ്യം ഉണ്ട്. കാണാൻ നല്ല സ്ഥലം, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. പിന്നെ നമ്മുടെ ഫാത്തിമ വണ്ടിയിലിരുന്ന് കൈയൊക്കെ കൊട്ടുകയാണ് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടം, അങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ അവിടുത്തെ റോഡ് കാണുമ്പോൾ നമുക്ക് ഇത്ര ദൂരമൊന്നും വരാൻ തോന്നൂല കേട്ടോ. വണ്ടിക്കൊക്കെ ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടീൻ്റെ ടയറൊക്കെ പഞ്ചറായി കുറേ ഇടങ്ങറായിട്ടോ. നമ്മൾ അവിടുത്തെ റോഡ് അങ്ങനത്തെ റോഡായിരുന്നു. പിന്നെ റിയാസ്ക ടയറൊക്കെ മാറ്റിയിട്ട് കുറേ ഇടങ്ങറായിട്ടോ. നമ്മൾ റോഡ് അത്രയും മോശം കേട്ടോ. അപ്പം ഇങ്ങോട്ട് വരുന്നവരൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. പിന്നെ നമ്മൾ വണ്ടിയിലേ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ആൾക്കാർ കുറേ മീൻ പിടിക്കുന്നുണ്ട് അവിടെ. പിന്നെ ആകാശവും കടലും ഒരേപോലെ ഉണ്ട് കേട്ടോ. രണ്ടും പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ മുൻപത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയും കടലും ഒക്കെ ഒരുമിച്ച്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്താൻ പറ്റിയൊരു സ്ഥലം നോക്കി
തപ്പിപ്പോയി. പിന്നെ അങ്ങനെ ഒരു സൈഡ് കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിനെ അങ്ങനെ തിരിച്ച്, പിന്നെ നിറയെ കാറുകളൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ ജനങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ കാറും ബൈക്കും ഓട്ടോറിക്ഷയും സ്കൂട്ടറും അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടികൾ, നിറയെ അധികം കാറുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കടൽ വെള്ളം പോകണം നോക്കില്ലേ, എങ്ങനെ പോയിട്ട് തെങ്ങ് നിൽക്കണം നോക്കൂ, നല്ല രസമില്ലേ അങ്ങനെ തിരടിക്കണം നോക്കൂ, ഒന്നും കാണില്ല, എനിക്ക് കണ്ടു കാണാൻ. പിന്നെ നമ്മളിതാ ഉള്ളിൽ കയറാൻ പോകുക കേട്ടോ. അപ്പോൾ ആദ്യം ബാത്റൂമിലൊക്കെ ഒന്ന് പോയ ശേഷം പിന്നെ സൈഡിൽ എന്താണ് ഉള്ളൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സൈഡിൽ നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒളു ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബാത്റൂം ആയാലും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വന്നാലും നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ഒളു എടുക്കാനും ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മളങ്ങനെ ഒളുവൊക്കെ ചെയ്ത് അങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഉള്ളിൽ ഈ യാറത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീവി ആട്ടോ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ പോണത് നമ്മുടെ കടലിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ. പള്ളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കടലും പള്ളിയും കാറ്റുണ്ട് അവിടെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചെയ്തിട്ട് അങ്ങനെയാണ് വന്നത്. മണലാണ് അങ്ങനെ കടലിൽ കളിക്കുന്നത് അതുപോലെ ഐസ്ക്രീം എല്ലാം കിട്ടുന്നത്. കടലിൽ നോക്കി കടലിൻ്റെ സൗണ്ട് കേട്ടത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് പറ്റില്ലടി നോക്കി, കടലിലൊക്കെ വരുമ്പോഴേ നമുക്കൊരു ഇനി നമ്മൾ കുറച്ച് നേരം കടലിലൊക്കെ ഒന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ നിന്ന് വരാനേ പൂതിയില്ല, നല്ല സുഖമായിട്ട് അവിടെ നിൽക്കാൻ. റിജിക്കുട്ടിക്കും ഭയങ്കര, ഫാത്തിമക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. ഫാത്തിമ മണ്ണിലിങ്ങനെ കളിക്കുന്നുണ്ട്, റിജിക്കുട്ടി അവിടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അവർക്കൊക്കെ സ്വർഗം കിട്ടിയ പോലെ കേട്ടോ അങ്ങനെയൊക്കെ വന്നപ്പോൾ. പിന്നെ ആകാശം നീല കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കടലും ആകാശം തിരിച്ചറിയാത്ത പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നിറയെ ചിപ്പി മുത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കരയിൽ. അപ്പോൾ റിജിക്കുട്ടി ഒക്കെ അതൊക്കെ പെറുക്കി ഇങ്ങനെ നിമിഷങ്ങളൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ. കുട്ടി നോക്കും റജി കൊണ്ടതാ.
ക്ഷീണിച്ച് ഇവിടെ ഇരുന്നിട്ടാ കടലിൽ അല്ലേ റിച്ചുകുട്ടി? അവിടെ ഇരിക്കേ മക്കളെ. കടലിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണ് ഇവിടെ കാലത്ത് വേണ്ടി. നല്ല സുഖം കിട്ടാ അവിടെ ഇരിക്കാൻ. ഇവിടുത്തെ മണലിൽ കളിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ നമ്മുടെ കടൽ സോദമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കാം. സോ അവർ 3 പേരും പോയിട്ടുണ്ട്. 3 പേരും ഉണ്ടോ ഗൈസ്? പോയിരണ്ടോ. നല്ല അടിപൊളി വെള്ളം. അപ്പം ഞങ്ങൾ കടലിൽ ഇങ്ങനെ കാറ്റ് കൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. ഏ ഇതാണ് പള്ളി നമ്മുടെ. ഏ ആ കാണുന്നതാട്ടോ പള്ളി. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ഏ സുഖമല്ലേ കാറ്റുള്ള? ഇഷ്ടപ്പെട്ട സ്ഥലം? അടിപൊളിയില്ലേ? വൈകുന്നേരം അടുത്തൊക്കെയാണെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ വന്നിരിക്കാം അല്ലേ? അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു കൂട്ടാം. അപ്പോൾ വരുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും വണ്ടിയിലിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് കറുമുറ എന്നുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ ഒരു ഐസ്ക്രീം, മുറുക്ക് അങ്ങനെയൊക്കെ വണ്ടിയിലിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ട് നമ്മളങ്ങനെ വണ്ടിയിൽ കയറാൻ പോവുകയാണ് കേട്ടോ. കടലിൽ നിന്ന് നമ്മൾ പോവുക കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. പിന്നെ റോഡ് മഹാമോശമാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞാഗ്രഹം പോവുകയാണെന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് കുറേ ദൂരം നമുക്ക് എത്താനുണ്ട്. എത്ര മണിക്ക് എത്തും എന്നറിയില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.